ഏവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഈ വർഷത്തെ കീമിന്റെ ആദ്യത്തെ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ എഞ്ചിനീയറിംഗ് അതുപോലെ ഫാർമസി കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാമെന്നറിയില്ല, CEE കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ, അവിടെ നിന്നാണ് എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ ഓഫീസിൽ നിന്നുമാണ് അറിയിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ആദ്യമായിട്ട് അറിയേണ്ടത് ഈ 3 കാര്യങ്ങളാണ്. നിങ്ങളിപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് നിങ്ങളുടെ കൊടുത്ത പേര്, അതുപോലെ ഫോട്ടോ, അപ്ലോഡ് ചെയ്ത ഫോട്ടോ, സിഗ്നേച്ചർ ഒക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാനുള്ള സമയമാണ്. അത് എല്ലാവരും വേണ്ട ഈ സൈറ്റിനുള്ളിൽ കയറി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് കയറി നിങ്ങൾക്ക് ഈ കൊടുത്തേക്കുന്നതെല്ലാം കൃത്യമാണോ നോക്കണം. cee.kerala.gov.in KEAM 2026. നെക്സ്റ്റ്, നിങ്ങളുടെ എന്തെങ്കിലും കാരണവശാൽ ആപ്ലിക്കേഷൻ നമ്പർ പോയി കിട്ടിയിട്ടില്ല, എന്തെങ്കിലും കാരണവശാൽ, മിക്കവരുടെയും കാണും, പിന്നെ ആരുടെയിലൊക്കെ ചിലപ്പോൾ പോയി കാണുമെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാനുള്ള മാർഗമുണ്ട്. പാസ്വേഡ് ആർക്കെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതും തിരിച്ച് നിങ്ങൾക്ക് എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ 3 ഇത് എല്ലാ കാര്യങ്ങളും ഉള്ളവർക്കുള്ളത്, ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ പോയവർക്കുള്ളത്, ഇത് പാസ്വേഡ് മറന്നുപോയവർക്കുള്ളതാണ് ഓരോ കാര്യങ്ങൾ. ഇതേപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് എത്തിച്ചിരിക്കും. ഇവിടെ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട അഡ്മിറ്റ് കാർഡ് ഒക്കെ നിങ്ങൾക്ക് വരാൻ പോകുന്നത്, അന്നേരമൊക്കെ നമ്മൾ കൃത്യമായിട്ട് സമയത്തിനുള്ളിൽ എങ്ങനെ എടുക്കണം, ബാക്കി എല്ലാ കാര്യങ്ങളും, എക്സാം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ ചാനലിൽ കൂടെ കിട്ടും, ഇൻക്ലൂഡിങ് നിങ്ങളുടെ ക്ലാസ്സസും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും മാക്സിമം ചാനൽ ഫോളോ ചെയ്യും, മാക്സിമം എല്ലായിടത്തും ഷെയർ ചെയ്യുക. കാരണം ഇത് ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉള്ള ഒരു കാര്യമാണ്, ഇത് കംപ്ലീറ്റ് ആവുന്നിടം വരെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് കഴിഞ്ഞിട്ടും ഒക്കെ വേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് സമയത്തിനുള്ളിലേ ചെയ്യാവുള്ളൂ. ഞാൻ എല്ലാ കാര്യങ്ങളും എപ്പോഴാണ് ചെയ്ത് തുടങ്ങേണ്ടത്, എപ്പോഴാണ് തീർക്കേണ്ടത്, അതിന് എപ്പോഴത്തേക്കാണ് ഇത് കറക്റ്റായിട്ട് ഇതിനുള്ളിൽ കയറി ചെയ്യേണ്ടതെന്നൊക്കെ പറയും. ചില ആദ്യമേ കയറിയിട്ട് എല്ലാം അങ്ങ് ചെയ്ത് കുളമാകും, എന്നിട്ട് പിന്നെ ഇതിന്റെ പുറകെ നടക്കുക, പിന്നെ കുറേ ഇമെയിലൊക്കെ അയച്ച് അവരുമായിട്ട് കോൺടാക്ട് ചെയ്തൊക്കെ പല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത്തിരി ക്ഷമിച്ച് നിന്ന് വളരെ പതുക്കെ, അല്ലാതെ ഉടനെ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ കയറി ചെയ്തിട്ട് എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇത് തിരുത്താനൊക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ എഡിറ്റിംഗ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള സമയം തരും, ആ സമയത്ത് നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. എല്ലാവരും നന്നായിട്ട് പഠിക്കാതെ ഇത് കിട്ടുമെന്നുള്ളത് പ്രതീക്ഷിക്കേണ്ട. കാരണം ഇത് പഠിച്ച ശേഷം നിങ്ങൾക്ക് ഇതിപ്പം എഞ്ചിനീയർ എൻട്രൻസ് ഒക്കെ കിട്ടി, നിങ്ങൾ കോളേജിൽ പോയാലും അതിഭയങ്കരമായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവൻ ചെറിയൊരു കാര്യത്തിനല്ല നിങ്ങൾ ഇറങ്ങി തിരിച്ചേക്കുന്നെന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക. വലിയൊരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ആയിക്കഴിഞ്ഞു, ജോയിൻ ആയിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ അത് പഠിച്ചു തീരുന്നത് വരെ നന്നായിട്ട് പഠിക്കണം, എന്തെങ്കിലും ഇതുകൊണ്ടൊരു പ്രയോജനമുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടി ബെസ്റ്റ് വിഷസ്, ബെസ്റ്റ് ഓഫ് ലവ് ആൻഡ് ഗുഡ് ബൈ.